അഭിനയത്തെക്കുറിച്ച് ചിലപ്പോൾ ആളുകൾ കുറ്റം പറയുമായിരിക്കും. അത് നിങ്ങൾ അഭിനയിച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ടാസ്ക്കാണ്, ജനങ്ങളുടെ ടാസ്ക് അല്ല. കാരണം രേണുസുതി നല്ലൊരു അഭിനേത്രി ആകണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. അത് തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം എന്ന്. ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെട്ടത്? ഇവർക്ക് മാന്യമായിട്ട് പറയാലോ, നിങ്ങൾ അല്ലെ, നിങ്ങൾ പോയി ബാക്കി കോടതി. ഇത് ഞങ്ങളെ ഇട്ട് ചാടിക്കുവാണ്. അത് എന്തുകൊണ്ടാണ് ഞങ്ങളെ ചാടിച്ചത് അത് അറിയണം. ഒരു പോലീസുകാരൻ ശരിക്കും ഇട്ട് ചാടിക്കുവാണ് ഞങ്ങളെ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്കുണ്ടായ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. അവരെ ആ പരാതി ശരിക്കും പറഞ്ഞല്ലേ അവരിട്ടുണ്ടോന്ന് പോലും അല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ രേണുസുതിയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കുറച്ച് കണ്ടന്റുകൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് രേണുസുതിയെ കുറിച്ചാണ്. അതൊന്നും കൊണ്ടല്ല, കണ്ടന്റുകളൊന്നും കിട്ടാഞ്ഞിട്ടുമല്ല. അതിന്റെ കാരണം നമ്മുടെ വീടിന്റെ ഇവിടുന്ന് ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ രേണുസുതി ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാനായിട്ട്. പിന്നെ വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയ മറ്റൊരു കാരണം, ഈ അടുത്തിടെയായിട്ട് രേണുസുതി ഒരുപാട് കോൺട്രവേഴ്സികളിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രേണുസുതിയുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിലൂടെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഞാലാകുഴി എന്ന് പറയുന്ന സ്ഥലം, ഞാലാകുഴിയാണല്ലോ ഇപ്പം ഫേമസ് ആയിട്ടുള്ളത്. അതായത് രേണുസുതിയുടെ സ്ഥലം. നമ്മുടെ പ്രിയപ്പെട്ട കലാഭമണി ചാലക്കുടി പ്രസിദ്ധമാക്കിയെന്ന് പറയുന്ന പോലെ രേണുസുതിയും കലാഭമണിയും തമ്മിൽ താരതമ്യം ചെയ്യുമെന്നല്ല, അങ്ങനെയൊന്നും നിങ്ങളെ കരുതണ്ട. എനിക്ക് ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അത്രയൊന്ന് സൂചകമായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ഞാലിയാകുഴിയിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരിൽ പലരും ഈ കൊല്ലം സുധിയുടെ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു സൗഹൃദ ബന്ധത്തിലൂടെ കൊല്ലം സുധിയായിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സമയങ്ങളിൽ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊല്ലം സുധിയുടെ വീഡിയോകളൊക്കെ നമ്മളന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സികൾ ഈ രേണുസുതിയെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ചർച്ചകളാണ്. ഇന്ന് നിലവിൽ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ് രേണുസുതി. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ രേണുസുതിയുടെ വീഡിയോയ്ക്ക് താഴെ നിരന്തരമായിട്ട് വരാറുണ്ട്. ആ കമന്റുകളൊക്കെ വായിച്ചിട്ട് രേണുസുതി മുൻപൊക്കെ പറഞ്ഞിരുന്നത്, ഈ നെഗറ്റീവുകളൊക്കെ ഞാൻ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു, അതിനെയൊക്കെ എന്റെ വളർച്ചയുടെ ഭാഗമാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയും. എന്നാൽ പിന്നീട് അങ്ങോട്ട് രേണുസുതിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമാണ് സോഷ്യൽ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രേണുസുതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കാണുന്നതാണല്ലോ അവർ റിയാക്ട് ചെയ്യുന്നത്. അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് രേണുസുതി തന്നെയാണ്. ഈ രേണുസുതി തുടർച്ചയായിട്ട് ഒരുപാട് ഇന്റർവ്യൂ പങ്കെടുക്കുന്ന ആളുകളാണ്. കാരണം ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് രേണുസുതി ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണും എന്താണ് രേണുസുതി ആ ഇന്റർവ്യൂവിൽ പറയുന്നത് എന്ന് ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റുകൾ ഇടാനുമുള്ള ആളുകൾ ഇടിച്ചു കയറി ഇന്റർവ്യൂ കാണാം. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂവിന് വലിയ റീച്ചുകൾ ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് ചാനലുകൾ രേണുസുതിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും രേണുസുതിക്ക് കുറച്ച് ഇൻകം ക്യാപ്ചർ ചെയ്യാനും കഴിയുന്നുണ്ട്. ഈ രേണുസുതിക്ക് ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഈ ഇന്റർവ്യൂ എങ്ങനെയെങ്കിലും റീച്ച് ആക്കാൻ വേണ്ടി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളത് വായന കിട്ടാനാണ് ശ്രമിക്കുക. അത് ആ ചാനലിന്റെ റീച്ചിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചക്കാർ കുറവായിരിക്കും. ഒരു നെഗറ്റീവ് തമ്പനയിൽ കൊടുത്തു വയ്ക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ റീച്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രേണുസുതിയിൽ നിന്നും കുറച്ച് നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഈ അവതാരകർ പല ഹോട്ട് ക്വസ്റ്റ്യൻസുകളും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിച്ചാണ് രേണുസുതിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ അവതാരകർ കടന്നു കയറുന്നത്. അങ്ങനത്തെ ചില ചോദ്യങ്ങൾക്ക് രേണുസുതിയുടെ പക്വതയില്ലാത്ത ഉത്തരങ്ങൾ, ഈ ഉത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകും. എങ്ങനെ വൈറലാകുന്നു? അതനുസരിച്ചിട്ടുള്ള ക്യാപ്ഷനുകളാണ് ഈ ചാനലുകൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കഴിഞ്ഞു, അതിനകത്ത് ക്യാപ്ഷൻ, ഞാൻ എന്റെ വയർ ഇനിയും കാണിക്കും, എന്റെ വയർ കാണിച്ചാൽ എന്താണ് കുഴപ്പം, അതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷനുകൾ കൊടുക്കും. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ കയറി കമന്റ് ഇടും. അത് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ക്യാപ്ഷനുകൾ കണ്ടിട്ടാണ് അവർ ആ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ രേണുസുതിയെ ഇത്തരത്തിലുള്ള നെഗറ്റീവിലേക്ക് കൊണ്ടുവരാൻ പ്രധാന കാരണം ഈ ഇന്റർവ്യൂ ചെയ്യുന്ന അവതാരകർ തന്നെയാണ്. ഇനി രേണുസുതിയുടെ അഭിനയം, അവരുടെ റീൽസുകള്, വെബ് സീരീസുകള്, സിനിമയിലെ അവസരങ്ങള്, അങ്ങനെ കുറെ അഭിനയങ്ങളുടെ വീഡിയോകളൊക്കെ പുറത്തു വരാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആളുകൾ വിമർശിക്കാറുണ്ട്, ട്രോൾ ചെയ്യാറുണ്ട്. അതൊക്കെ ആരോഗ്യപരമായിട്ട് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആളുകൾ ഫോളോ ചെയ്യും, റിയാക്ഷൻ വീഡിയോ ഉണ്ടാകും, ട്രോൾ വീഡിയോ ഉണ്ടാക്കും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്, അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുണ്ട്. പക്ഷെ രേണുസുതിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ പരിശ്രമം നടത്തിയത് ഈ ചാനൽ അവതാരകരാണ്. അവരുടെ ചില ചോദ്യങ്ങളാണ്. ഇപ്പോൾ ആ സംഭവങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. പക്ഷേ രേണുസുതിയുടെ കേസിന് അത്ര വലിയ ഗൗരവമായിട്ട് പോലീസ് കാണുന്നില്ല. അതിനുശേഷം രേണുസുതി വന്നിട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പുകളാണ് നമ്മൾ ആദ്യമേ കണ്ടത്. കാരണം പോലീസ് ഗൗരവമായിട്ട് കേസെടുത്തില്ല. ഞാനൊരു വാദിയാണ്, ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊന്നും പോലീസ് ശ്രദ്ധിച്ചില്ല, നീതി കിട്ടിയില്ല, മുഖ്യമന്ത്രിക്കാണ് ഞാൻ പരാതി കൊടുത്തത്, എന്നിട്ട് പോലും എനിക്ക് നീതി കിട്ടിയില്ലെന്നാണ് രേണുസുതി പറയുന്നത്. രേണുസുതി ഇത്രയും കാലം രേണുസുതിയുടെ ഫെയിമിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് നെഗറ്റീവുകളും കോൺട്രവേഴ്സലുകളുമാണ്. ഈ നെഗറ്റീവ് കോൺട്രവേഴ്സലുകളുമാണ് പെട്ടെന്ന് ഫേമസ് ആകാനുള്ള ഒരു ആയുധം എന്ന് മനസ്സിലാക്കിയ രേണുസുതി അത് ഫോളോ ചെയ്തു.
രേണുസുതി പോയ രേണുസുതിയെ ഈ റിയാക്ഷൻ ചാനലുകളും ട്രോൾ ചാനലുകളും പിന്തുടരും. അപ്പൊ അവരെ കുറിച്ച് പറയാനും പറ്റത്തില്ല. പിന്നെ ഇത്രയധികം നെഗറ്റീവുകളും കോൺട്രവേഴ്സികളും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് രേണുസുതിക്ക് സോഷ്യൽ മീഡിയയുടെ കണ്ണുകൾ എത്തിയത്. അതല്ലാതെ അവരെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു മിനിമം ആളുകൾ മാത്രമാണ് രേണുസുതിയെ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ രേണുസുതിക്ക് നിലവിൽ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയെന്നൊക്കെയുള്ള റൂമറുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ സത്യമാവാം. കാരണം ഇന്ന് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രെൻഡിൽ നിൽക്കുന്ന, ഏറ്റവും അധികം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന ഒരു താരം തന്നെയാണ് രേണുസുതി. അങ്ങനെയുള്ള ആളുകളെ ബിഗ് ബോസ് വേണ്ട. ഈ രേണുസുതി ബിഗ് ബോസിൽ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ ആവുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പോഴത്തെ ബിഗ് ബോസ് പ്രവചനാതീതമാണ്. നെഗറ്റീവായിട്ട് പോയ ആളുകൾ പോസിറ്റീവായിട്ട് ഇറങ്ങി വന്ന ചരിത്രമാണ്. പോസിറ്റീവായിട്ട് കയറിപ്പോയ ആളുകൾ നെഗറ്റീവായിട്ട് ആർക്കും വേണ്ടാത്തവരായിട്ട് ഇറങ്ങി വന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ രേണുസുതിയുടെ ഒരു പ്രകടനം രേണുസുതിയുടെ ആ കരിയറിനെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് രേണുസുതിയുടെ പറയാനുള്ള ഒരു കാര്യം, നിലവിൽ അത്യാവശ്യം ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളാണ് രേണുസുതി. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺട്രവേഴ്സികളിലേക്ക് പോകാതെ, ഒരുപാട് നെഗറ്റീവുകളെ ഫോളോ ചെയ്യാതെ കരിയർ ബിൽഡപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിനയിച്ച ആളുകൾ കുറ്റം പറയുമായിരുന്നു. അത് നിങ്ങൾ അഭിനയിച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ടാസ്ക്കാണ്, ജനങ്ങളുടെ ടാസ്ക് അല്ല. കാരണം രേണുസുതി നല്ലൊരു അഭിനേത്രി ആകണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. രേണുസുതി നല്ലൊരു അഭിനേത്രി ആകണമെന്ന് അത് രേണുസുതിയുടെ മാത്രം ആഗ്രഹം. രേണുസുതിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രേണുസുതിയുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെ മാത്രം ആഗ്രഹമാണ്. അത് പബ്ലിക്കിന്റേതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കരിയർ ശ്രദ്ധിക്കുക. പിന്നെ ഈ കേസ് കോടതിയൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികം കാലം നിങ്ങൾക്ക് ഈ കരിയറിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പിന്നെ ഈ കേസിനും വയ്യാവേലിക്കുള്ള സമയം മാത്രം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭയമുണ്ടല്ലോ, കരിയർ ശ്രദ്ധിക്കുക. ഇന്ന് കുറ്റം പറയുന്ന ആളുകളെ എല്ലാം തിരുത്തി പറയുക. കാരണം ഇടയ്ക്ക് 1-2 ഇന്റർവ്യൂ വന്നപ്പോൾ രേണുസുതിയെ കുറിച്ചുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ മാറി ഒരുപാട് സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടായി വന്നതാണ്. പക്ഷെ വളരെ പെട്ടെന്നാണ് ചില കോൺട്രവേഴ്സികൾ രേണുസുതിയിലേക്ക് വരികയും ഇപ്പോ ഈ കാണുന്ന ഈ അവസ്ഥയിലേക്ക് രേണുസുതിയെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും രേണുസുതിയെ കുറിച്ച് വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഒരുപാട് കോൺട്രവേഴ്സികളെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടില്ല. അത്യാവശ്യം സപ്പോർട്ട് കൊടുക്കുന്ന വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ രേണുസുതിക്ക് കൊള്ളാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.